അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്സ് ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ടെക്നിക്സ് ടു ഇംപ്രൂവ് ക്രിയേറ്റിവിറ്റി. അതിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയൊക്കെ കൂട്ടാം, അതിന് നമ്മളെ സഹായിക്കുന്ന ചില വഴികളാണ് ഇതിൽ പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊരു ടെക്നിക്ക്, മൈൻഡ് മാപ്പിംഗ് എന്നൊരു ടെക്നിക്ക്, ഇൻക്യുബേഷൻ എന്നൊരു ടെക്നിക്ക്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻക്യുബേഷൻ എന്താണെന്നുള്ളതും ടൈപ്സ് എന്താണെന്നുള്ളതും. സ്കാംപർ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്, റിവേഴ്സ് തിങ്കിങ് എന്നൊരു ടെക്നിക്ക്, പ്രൊവോക്കേഷൻ എന്നൊരു ടെക്നിക്ക്. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഈ ടെക്നിക്സ് ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റിയിൽ ഇൻക്യുബേഷൻ എന്നുള്ളത് നമ്മൾ സ്റ്റെപ്സ് ഇൻ ക്രിയേറ്റിവിറ്റിയിലും ഇൻക്യുബേഷൻ പറഞ്ഞിരുന്നു. ആ കൂടെ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻക്യുബേഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ അലക്സ് എഫ് ഓസ്ബോൺ എന്ന് പറഞ്ഞൊരു മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ്. ഇത് കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിഷയത്തെക്കുറിച്ചിട്ട് വളരെ ഗാഢമായി ഇങ്ങനെ ആലോചിക്കുകയും നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് തോന്നുന്ന മാക്സിമം കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ ആ വിഷയത്തെക്കുറിച്ചിട്ട് ഉള്ള നമ്മളുടെ ഒരു വീക്ഷണം പറയുകയും ചെയ്യുന്ന പരിപാടിയാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ്. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജനറേറ്റിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് ഐഡിയാസ് ഫ്രീലി വിത്തൗട്ട് ക്രിറ്റിസിസം ടു എൻകറേജ് ഒറിജിനാലിറ്റി. ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ആശയം നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സംഗതിയെക്കുറിച്ചിട്ടൊരു ഇതുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാക്സിമം വൈഡ് റേഞ്ച് ഓഫ് ഐഡിയാസ് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ചിന്തിക്കുക. അതിനെക്കുറിച്ച് ആരെന്ത് പറയും, അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിമർശിക്കുകയോ എന്നുള്ള ക്രിറ്റിസിസത്തിനെ കുറിച്ചൊന്നും പേടിക്കാതെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഗാഢമായി ഇങ്ങനെ ചിന്തിച്ച് നമുക്കതിനെക്കുറിച്ച് പറ്റാവുന്ന അത്രയും ഐഡിയാസ് കൊണ്ടുവരുന്നതിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് 8 പീപ്പിൾ അല്ലെങ്കിൽ ഒരു 10 പേർ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഒരു ക്രിറ്റിസിസവും ഒരു വിമർശനവും പേടിക്കാതെ അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പല പല ഐഡിയാസ് ആലോചിക്കുമ്പം 8 പേര് അല്ലെങ്കിൽ 10 പേര് ആലോചിക്കുമ്പോൾ കുറേ ഐഡിയാസ് അതിനെക്കുറിച്ച് കിട്ടുമല്ലോ. ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കിക്കേ. എ ടീം ഈസ് ആസ്ക്ഡ് ടു സജസ്റ്റ് ആസ് മെനി മാർക്കറ്റിംഗ് ഐഡിയാസ് ആസ് പോസിബിൾ ഫോർ എ ന്യൂ കഫേ. ഒരു പുതിയ കഫേ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു ടീമിനോട്, ഒരു 8-10 പേരടങ്ങുന്ന ഒരു ടീമിനോട് പറയുകയാണ്, ഈ പുതിയ കഫേക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ഐഡിയാസ് വേണം. അപ്പോൾ ആ ടീം എന്ത് ചെയ്യും? ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തും. അപ്പോൾ ആ ടീമിൽ ചില ആൾക്കാർ പറയും, നമുക്ക് ആ കഫേയിൽ ഒരു സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട് കാർഡുകൾ കൊടുത്താലോ. വേറെ ആൾക്കാർ പറയും, അല്ലെങ്കിൽ നമുക്കൊരു കോഫി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കൊടുക്കാം. വേറെ ആൾക്കാർ പറയും, നമുക്ക് ആ കഫേയിൽ ഒരു ലൈവ് മ്യൂസിക് നൈറ്റ് വെച്ചാലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർ പല ഐഡിയ പറയും മാർക്കറ്റിംഗ് ഐഡിയ ആയിട്ട്. ഈ പറഞ്ഞ പരിപാടിക്കാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. നോ ഐഡിയ ഈസ് ജഡ്ജ്ഡ് അൺടിൽ ദേ ആർ കളക്റ്റഡ്, ഓൾ ആർ കളക്റ്റഡ്. അപ്പോൾ ആര് പറയുന്ന ഐഡിയയും ഇത് നല്ലതാണ്, ഇത് മോശമാണ് എന്നൊന്നും പറയില്ല. മാക്സിമം ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആര് പറയുന്ന ഒരു ഐഡിയനെയും വിമർശിക്കില്ല. മാക്സിമം ഐഡിയാസ് പോരട്ടെ എന്നുള്ള രീതിയിൽ ഉള്ളൊരു പ്രക്രിയയാണ് എന്ത്? ബ്രെയിൻ സ്റ്റോമിംഗ്. ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിന് തന്നെ പല ടൈപ്പ് ഉണ്ട്. ബ്രെയിൻ സ്റ്റോമിംഗ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രെയിൻ റൈറ്റിംഗ്, ബ്രെയിൻ വാക്കിംഗ്, ഇലക്ട്രോണിക് ബ്രെയിൻ സ്റ്റോമിംഗ്. എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ തന്നെ ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ് ഐഡിയാസ് അലൗഡ്, പാർട്ടിസിപ്പൻസ് റൈറ്റ് ദം ഡൗൺ ഓൺ എ പേപ്പർ. ദിസ് റെഡ്യൂസസ് പ്രഷർ, അലൗ ക്വയറ്റ് മെമ്പേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ആൻഡ് ജനറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ഐഡിയാസ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടീം 8-10 പേരടങ്ങുന്ന ഒരു ടീമിനോട് നമ്മൾ ഐഡിയാസ് നിങ്ങളിങ്ങനെ ആലോചിക്കുക എന്നിട്ട് പറ എന്ന് പറയും. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ് ഐഡിയാസ് അലൗഡ്, അപ്പോൾ ഇവരിങ്ങനെ ചിന്തിക്കുമല്ലോ. ചിന്തിച്ച് കഴിഞ്ഞിട്ടൊരു ഐഡിയ ഉറക്കെ വിളിച്ച് പറയുന്നതിന് പകരം ആ ടീമിലുള്ള ആൾക്കാർ ഒരു പേപ്പറിൽ ആ ഐഡിയ എഴുതുകയാണ്. ഓക്കെ, ഇതിനെയാണ് ബ്രെയിൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല പേപ്പറുകളിൽ നിന്നായിട്ട് പല ആൾക്കാർ പറഞ്ഞ പല ഐഡിയാസ് നമുക്ക് കിട്ടുകയാണ്. ഇത് ചെയ്യുന്നതിൻ്റെ മെച്ചം എന്താണ്? നമുക്ക് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രഷർ ഉണ്ടാകുന്നില്ല. ചില ആൾക്കാർ ക്വയറ്റ് മെമ്പേഴ്സ് ആയിരിക്കും, അധികം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും. അവർക്ക് ഐഡിയ ഉണ്ടെങ്കിലും വിളിച്ചു പറയാനൊരു മടി ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ ഐഡിയ വരെ നമുക്ക് കൃത്യമായിട്ട് പേപ്പറിലൂടെ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ബ്രെയിൻ റൈറ്റിംഗ്.
ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ്. ഇനി അടുത്തത് ബ്രെയിൻ വാക്കിംഗ്. ഈ ബ്രെയിൻ വാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൽ പല സ്ഥലങ്ങളിലായിട്ട് പേപ്പറുകൾ വെച്ചിട്ടുണ്ടാവും. നമുക്കൊരാളുടെ കയ്യിൽ പേപ്പർ കൊടുക്കല്ലാതെ അപ്പം ആൾക്കാരിങ്ങനെ ആ ടീമിലുള്ളവർ ആ റൂമിൽ ഇങ്ങനെ നടന്ന് ചിന്തിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അവർ ആ പേപ്പർ റൂമിൻ്റെ പല ഭാഗങ്ങളുണ്ടല്ലോ, ആ പേപ്പറിൽ ഈ ഐഡിയാസ് എഴുതും. ഇന്ന് നോക്കിക്കേ, ഐഡിയാസ് ആർ റിട്ടൺ ഓൺ ഷീറ്റ് പ്ലേസ്ഡ് അറൗണ്ട് ദ റൂം. പാർട്ടിസിപ്പൻസ് വാക്ക് ഫ്രം ഷീറ്റ് ടു ഷീറ്റ്. ആൾക്കാരിങ്ങനെ, ആ ടീമിലുള്ള ആൾക്കാർ, ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന ആൾക്കാരിങ്ങനെ ആ റൂമിലൂടെ ഇങ്ങനെ നടക്കും. എന്നിട്ട് അവർക്ക് ഐഡിയ കിട്ടുന്നതനുസരിച്ച് ഓരോ പേപ്പറിൽ ഇങ്ങനെ എഴുതി പോകും. ഇതെന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു? ഇറ്റ് എൻകറേജസ് മൂവ്മെൻറ്റ്സ് ആൻഡ് ക്രോസ് പോളിനേഷൻ ഓഫ് തോട്ട്സ്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ചടഞ്ഞിരിക്കാതെ നമ്മളൊക്കെ ഒരു മൂവ്മെൻറ്റ് വരുമ്പം നമുക്ക് കുറച്ചും കൂടി നല്ല ഫ്രഷ് ഐഡിയാസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ബ്രെയിൻ സ്റ്റോമിങ്ങിനെയാണ് ബ്രെയിൻ വാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഇലക്ട്രോണിക് ബ്രെയിൻ സ്റ്റോമിംഗ് എന്നാണ്. എന്താണ് ഇലക്ട്രോണിക് ബ്രെയിൻ സ്റ്റോമിംഗ്? ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വഴിയായിട്ട്. അപ്പോൾ അത് യൂസസ് കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിജിറ്റൽ ടൂൾസ് ലൈക്ക് മൊബൈൽ വെർ പാർട്ടിസിപ്പൻസ് ടൈപ്പ് ഐഡിയാസ്. ഓക്കെ, യൂസ്ഫുൾ ഫോർ ലാർജ് ഗ്രൂപ്പ്സ്, അവോയ്ഡ് ഡോമിനൻസ് ആൻഡ് ഫ്യൂ ഇൻഡിവിജ്വൽസ് ആൻഡ് സ്പീഡ് അപ്പ് ഐഡിയ കളക്ഷൻ. ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ നമ്മുടെ MDC ക്ലാസ്സിൽ നിങ്ങളോടൊക്കെ പറയുകയാണ്, ഇന്നൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് അയക്കിട്ടോ, വാട്സപ്പ് ചെയ്യുമെന്ന് പറയുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്. ഈ പറയുന്ന പരിപാടിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ടൈപ്പ് ചെയ്തിടുന്നുണ്ടെങ്കിൽ അതാണ് ഈ ഇലക്ട്രോണിക് ബ്രെയിൻ സ്റ്റോമിംഗ്. യൂസസ് കമ്പ്യൂട്ടർ ഓർ എനി ഡിജിറ്റൽ ടൂൾ ലൈക്ക് മൊബൈൽ വെർ പാർട്ടിസിപ്പൻസ് ടൈപ്പ് യുവർ ഐഡിയാസ്. നേരെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു ഇടുന്നു. ഇതാണ് യൂസ്ഫുൾ ഫോർ ലാർജ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ. ഇതിനാണ് ഇലക്ട്രോണിക് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ബ്രെയിൻ സ്റ്റോമിങ്ങിൽ ക്രിറ്റിസിസം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ഐഡിയ പറഞ്ഞാലും അത് നന്നായി, ഇത് മോശമായി എന്നൊന്നും ആരും പറയില്ല. നേരെ മാക്സിമം ഐഡിയ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഉദ്ദേശം. സോ നോ ക്രിറ്റിസിസം പറയാൻ പാടില്ല. പിന്നെ ഫ്രീ വീലിംഗ്. പാർട്ടിസിപ്പൻസ് ആർ ഫ്രീ ടു എക്സ്പ്രസ് എനി ഐഡിയാസ് ദാറ്റ് കം ടു മാറ്റർ. ഓക്കെ, അത് ചിലപ്പോൾ അൺകൺവെൻഷണൽ ആയിരിക്കാം, അബ്സേർഡ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ പറയുന്ന പൊട്ടത്തരമായിരിക്കും, ചിലപ്പോൾ ഇതുവരെ ആരും യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഐഡിയ ആയിരിക്കും. അതൊന്നും വിഷയമല്ല. പാർട്ടിസിപ്പൻസിന് ധൈര്യമായിട്ട്, ടീമിലുള്ള ആൾക്കാർക്ക്, ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ഐഡിയ വേണമെങ്കിലും പ്രകടിപ്പിക്കാനുള്ള ഒരു ഫ്രീഡമുണ്ട്. അതിനെയാണ് ഫ്രീ വീലിംഗ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി. നമ്മൾ എത്ര ക്വാളിറ്റി ഐഡിയ കൊടുത്തു എന്നുള്ളതല്ല, എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുത്തു എന്നുള്ളതിലാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ കാര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഐഡിയാസ്. നമ്മൾ 100 മണ്ടൻ ഐഡിയാസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, എന്നാലും വിഷയമില്ല. ഒരു നല്ല ഐഡിയ കൊടുക്കുന്നതിലും മെച്ചം 100 മണ്ടൻ ഐഡിയ കൊടുക്കുന്നതാണ് എന്നാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു ആശയം. കാരണം നമ്മൾ പറയാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയിലല്ല, എത്ര ക്വാണ്ടിറ്റിയിൽ ഐഡിയാസ് വന്നു എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ വിഷയം. അപ്പോൾ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഒരു ടെക്നിക്സ് ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റിയിലാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് പറഞ്ഞത്. അതിൻ്റെ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ടൈപ്സ് പറഞ്ഞു, ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു എക്സാമ്പിളും പറഞ്ഞു. അടുത്തത് മൈൻഡ് മാപ്പിംഗ് എന്നാണ്. മാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമുക്കിപ്പം മാപ്പുകൾ എന്താണെന്നുള്ളത് അറിയാം. മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, അല്ലെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ചിത്രത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതാണ്, വിഷ്വലി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന സാധനമാണ് മാപ്പ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ മനസ്സിലുള്ള സംഗതികൾ ഒരു വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്താൽ അതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള സംഗതികൾ ഒരു ചിത്രമാക്കി അത് വരച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ദെയർ കണക്ഷൻ ടു എക്സ്പ്ലോർ റിലേഷൻഷിപ്സ് ആൻഡ് പാറ്റേൺ. നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് ഉണ്ടാവുമല്ലോ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഇന്നോവേഷനെ കുറിച്ചിട്ടോ ഒരു ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചോ ഐഡിയാസ് ഉണ്ടാവുമല്ലോ. ഈ ഐഡിയാസിനെ ഒരു വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുക, ഗ്രാഫിക്കലി അതൊന്ന് ഒരു ചിത്രമായിട്ട് വരയ്ക്കുക, ഗ്രാഫായിട്ട് വരയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, മൈൻഡ് മാപ്പിംഗ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വൈൽ പ്ലാനിങ് എ ന്യൂ മൊബൈൽ ആപ്പ്, ദ സെൻട്രൽ വേർഡ് ആപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ സെൻറ്റർ. ബ്രാഞ്ചസ് ഷോ ഫീച്ചേഴ്സ്, ചാറ്റ്സ്, പേയ്മെൻറ്റ്, ഗെയിം, ഡിസൈൻ, ഇങ്ങനെ പലത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയൊരു മൊബൈൽ ആപ്പ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ആപ്പ് എന്നുള്ളത് നമ്മളിങ്ങനെ നടുക്ക് ഒരു സെൻറ്റർ പോയിൻ്റ് ആയിട്ട് ഒരു ചിത്രം വരയ്ക്കുന്നു.
പിന്നെ ആ സെൻട്രൽ പോയിന്റിൽ നമ്മൾ ഓരോ ബ്രാഞ്ചസ് ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഫീച്ചേഴ്സ്, ചാറ്റ് എന്നുള്ള രീതിയിൽ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മൈൻഡ് മാപ്പിംഗ് നടത്തുമ്പോൾ നമ്മളതിൽ ആപ്പ് എന്ന് പറഞ്ഞ് നമ്മളൊരു ചിത്രം ഇങ്ങനെ വരയ്ക്കുന്നു. അതിന് ശേഷം നമുക്കതിലെന്തൊക്കെ വേണം? ഫീച്ചേഴ്സ് വേണം, ചാറ്റ് വേണം, ഡിസൈൻ വേണം, കളേഴ്സ് വേണം, യൂസേഴ്സ്, ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ സ്റ്റുഡൻസ് ഇപ്പോൾ കണ്ടോ, നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം നമ്മളൊരു ചിത്രമായിട്ട് വരച്ചു. ഇതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ആപ്പ്, അതിന് എന്തൊക്കെ സവിശേഷതകളാണ് വേണ്ടത്? ഫീച്ചേഴ്സ് വേണം, കളേഴ്സ് വേണം, ഡിസൈൻ വേണം, സ്റ്റുഡൻസ് വേണം, യൂസേഴ്സ് വേണം. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ വരയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈൻഡ് മാപ്പിംഗ് എന്ന് കൊണ്ട് പറയുന്നത്. അത് പല രീതിയിലുള്ള മൈൻഡ് മാപ്പിങ്ങുകളുണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് അതൊന്ന് പെട്ടെന്ന് നോക്കാം. മൈൻഡ് മാപ്പിംഗ് തന്നെ ഇത്രയും ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ട്രഡീഷണൽ മൈൻഡ് മാപ്പിംഗ്, കൺസെപ്റ്റ് മാപ്പിംഗ്, ഫ്ലോ ചാർട്ട് മൈൻഡ് മാപ്പിംഗ്, സ്പൈഡർ ഡയഗ്രാം, ട്രീ ഡയഗ്രാം, ടൈം ലൈൻ മൈൻഡ് മാപ്പിംഗ്, സ്വോട്ട് അനാലിസിസ്. അപ്പോൾ മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ടൂളാണ്. എന്തിനുള്ള ടൂളാണ്? വിഷ്വലൈസിങ് ഐഡിയാസ്, ഓർഗനൈസിങ് തോട്ട്സ് ആൻഡ് സോൾവിങ് പ്രോബ്ലംസ്. നമ്മളുടെ മനസ്സിലുള്ള ഐഡിയാസിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ, പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വരച്ച് കൃത്യമായിട്ട് വെക്കാൻ, പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യാറുള്ളത്. എന്തൊക്കെയാണ്? നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ, നമ്മുടെ മനസ്സിലുള്ള തോട്ട്സിനെ ഒന്ന് ചിട്ടപ്പെടുത്താൻ, ഓർഗനൈസ് ചെയ്യാൻ, നമ്മുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനായി മാറാനൊക്കെയാണ് മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഐഡിയ ഇൻ ദ മിഡിൽ വിത്ത് ബ്രാഞ്ചസ് ഷോയിങ് റിലേറ്റഡ് സബ് ടോപ്പിക്സ് ആൻഡ് കീവേഡ്സ്. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത്. സെൻട്രൽ ഐഡിയ നമ്മൾ എന്ത് ചെയ്തു? ആപ്പ് എന്നുള്ളത്, ഒരു മൊബൈൽ ആപ്പ് എന്നുള്ളത് നമ്മളെന്താ? സെൻട്രൽ ഐഡിയ നമ്മൾ ആപ്പ് എന്ന് കൊടുത്തു. പിന്നെ എന്താണ്? ബ്രാഞ്ചസ് ഷോയിങ് റിലേറ്റഡ് സബ് ടോപ്പിക്സ്. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോരോ ബ്രാഞ്ചസ് നമ്മളിങ്ങനെ കൊടുക്കുന്നു. ഈ സെൻട്രൽ ഐഡിയയുമായി ബന്ധപ്പെട്ട ബ്രാഞ്ചസ്, അതിൽ നമ്മൾ ഓരോ സബ് ടോപ്പിക്സ് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ചിത്രം കണ്ടാൽ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആവുന്ന രീതിയിൽ. ഇതാണ് ട്രഡീഷണൽ മൈൻഡ് മാപ്പിംഗ്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് കൺസെപ്റ്റ് മാപ്പിംഗ്. കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റ്സ് ഓഫൺ യൂസിങ് ലിങ്കിങ് വേർഡ്സ്. ഓക്കെ, ഈ കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റ്സ്. ഓരോന്ന് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് ഒരു കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മളെന്താണ്, ഈ കടലിൽ സീയിൽ വെള്ളമുണ്ട് അല്ലേ? അവിടെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വാട്ടർ വേപ്പേഴ്സ് ഉണ്ടായിട്ട് ഇത് ആകാശത്തേക്ക് പോകുന്നു. അതവിടെ നിന്ന് മേഘത്തിൽ വന്ന് അത് റെയിനായി മാറി വീണ്ടും വാട്ടറായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കടൽ വെള്ളം ആവിയായി റെയിനിലായി മുകളിലെത്തി വീണ്ടും വാട്ടറായിട്ട് താഴേക്ക് വരുന്നു എന്നുള്ളത്, ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു മാപ്പിനെയാണ് ഈ കൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഫോക്കസ് ഓൺ, അപ്പോൾ എന്താണ് സംഭവം? ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റ്. ഈ സീ വാട്ടർ എങ്ങനെ ആവിയാകുന്നു, അതെങ്ങനെ റെയിനാകുന്നു, അല്ലെങ്കിൽ മുകളിലേക്ക് ആവിയായിട്ട് മേഘങ്ങളിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് എങ്ങനെ വാട്ടറായിട്ട് വരുന്നു, ഈ കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കോസുകൾ, അത് ഈ സീ വാട്ടർ വേപ്പറായിട്ട് ലീഡ്സ് ടു ഇന്ന കാര്യം, ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു മാപ്പാണ് ഈ കൺസെപ്റ്റ് മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫ്ലോ ചാർട്ട് മൈൻഡ് മാപ്പിംഗ് ആണ്. ഫ്ലോ ചാർട്ട് ഷോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓർ സീക്വൻസ് യൂസിങ് ബോക്സസ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു സംഗതി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പം ഒരു പർട്ടിക്കുലർലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, നമ്മളിപ്പം വളരെ എക്സാമ്പിളായിട്ട് ഒരു ചായ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? പാൻ വെക്കണം അല്ലേ? പാൻ വെക്കണം. എന്നിട്ട് അതിലേക്ക് എന്ത് വേണം? വെള്ളം കൃത്യമായിട്ട്, അല്ലെങ്കിൽ പാൽ
കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ മിൽക്ക് വേണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ചായപ്പൊടി വേണം അല്ലേ, ചായപ്പൊടി വേണം, പൗഡർ ചായപ്പൊടി വേണം. അതിന് ശേഷം നമ്മൾ എന്താണ്, അത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മളത് വേറൊരു കപ്പിലേക്ക് മാറ്റണം. അതിന് ശേഷം ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഒരു ഫ്ലോ ചാർട്ട് കിട്ടിയത് കണ്ടോ. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോസസ്സിൻ്റെ വഴിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം എന്താണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു പാൻ വെച്ചു, ആ പാനിലേക്ക് തീയൊക്കെ കത്തിക്കണം കേട്ടോ, അത് വേറെ കാര്യം. പാൻ വെച്ചു, അതിലേക്ക് നമ്മൾ മിൽക്ക് ഒഴിച്ചു, അതിന് ശേഷം നമ്മൾ ചായ പൗഡർ ഇട്ടു, അതിന് ശേഷം നമ്മളതൊരു കപ്പിലേക്ക് മാറ്റി, അതിന് ശേഷം നമ്മൾ ഷുഗർ ആഡ് ചെയ്തു. സോ ഒരു സാധനത്തിൻ്റെ മേക്കിംഗ്, അതിൻ്റെ പ്രോസസ്സിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഈ ഫ്ലോ ചാർട്ട് മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് നോക്കാം, സ്പൈഡർ ഡയഗ്രാമാണ്. സ്പൈഡർ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സ്പൈഡറിന് നമുക്കറിയാം പ്രധാനമായിട്ടും 8 legs ആണുള്ളത്. അപ്പോൾ നമ്മൾ സ്പൈഡർ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെൻട്രൽ ടോപ്പിക്ക്, ഒരു വിഷയം സെൻട്രൽ ടോപ്പിക്കായിട്ട് നമ്മളിങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിന് നമ്മൾ സ്പൈഡറിൻ്റെ ലെഗ്സ് പോലെ തന്നെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു സബ് ടോപ്പിക്സ്. ഇതിനെയാണ് സ്പൈഡർ ഡയഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് ട്രീ ഡയഗ്രാമാണ്. സ്പൈഡർ ഡയഗ്രാം എന്ന് വായിച്ച് നോക്കൂ. സെൻട്രൽ ടോപ്പിക് ഇൻ ദ മിഡിൽ വിത്ത് സ്ട്രെയിറ്റ് ലൈൻസ് റേഡിയേറ്റിംഗ് ഔട്ട്വേർഡ്സ് ലൈക്ക് എ സ്പൈഡേഴ്സ് ലെഗ്സ്. അടുത്ത ട്രീ ഡയഗ്രാമാണ്. ട്രീ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഹയറാർക്കിയൽ സ്ട്രക്ചർ സ്റ്റാർട്ടിങ് ഫ്രം മെയിൻ ഐഡിയ ബ്രാഞ്ചിങ് ഡൗൺവേർഡ്സ് ഇൻ ടു കാറ്റഗറീസ്. ഇപ്പോൾ ട്രീ ഡയഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു മെയിൻ ഐഡിയ ഉണ്ടാവും. അത് ട്രീയുടെ സ്റ്റെം പോലെ നമുക്കിങ്ങനെ വെക്കാം. പിന്നെ അതിൽ നിന്ന് ഒരു മെയിൻ ഐഡിയ, പിന്നെ ഒരു സബ് ഐഡിയ, പിന്നെയും സബ് ഐഡിയ, ഇങ്ങനെ പോകുന്നതാണ് ഒരു ട്രീ ഡയഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഹയറാർക്കിയൽ സ്ട്രക്ചർ സ്റ്റാർട്ടിങ് ഫ്രം ദ മെയിൻ ഐഡിയയിൽ നിന്നുമാണ് ബ്രാഞ്ചുകൾ ഉണ്ടാവുന്നത്. അതാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. ഒരു മെയിൻ ഐഡിയ ഉണ്ട്, ഒരു മെയിൻ ഐഡിയ. ഈ മെയിൻ ഐഡിയയിൽ നിന്നുമാണ് പിന്നെ സബ് ഐഡിയാസ്, ബ്രാഞ്ചുകൾ, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. ഇതിനെയാണ് ട്രീ ഡയഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടൈം ലൈൻ മാപ്പിംഗ് ആണ്. ടൈം ലൈൻ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസസ് ഐഡിയാസ് ഓർ ഇവൻറ്റ്സ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ എലോങ് എ ലൈൻ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർഷം അനുസരിച്ച് ഒരു ലൈനായിരിക്കും. ഈ ലൈനിൽ 1980 ഇന്നത് സംഭവിച്ചു, 90 ഇന്നത് സംഭവിച്ചു, 2000 ഇന്നത് സംഭവിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു ഡയഗ്രാം നോക്കിയാൽ തന്നെ മേജറായിട്ടുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരാശയം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നു. ഇതിനെയാണ് ടൈം ലൈൻ മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ച് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു എന്നുള്ളത്. SWOT അനാലിസിസ് എന്താണ്? എ സ്ട്രക്ചേർഡ് മാപ്പ് ഡിവൈഡിങ് ഐഡിയാസ് ഇൻറ്റു 4 sections. SWOT എന്ന് പറഞ്ഞാൽ SWOT. S ഫോർ സ്ട്രെങ്ത്, W ഫോർ വീക്ക്നെസ്, O ഫോർ ഓപ്പർച്യൂണിറ്റി, T ഫോർ ത്രെറ്റ്സ്. നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കണ്ടേ, നമ്മുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കണം, ഓപ്പർച്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ മുമ്പിലുള്ള ഭീഷണികൾ ത്രെറ്റ്സ് എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മളൊരു മാപ്പായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്ട്രെങ്ത് ഏരിയ എന്താണ്, എൻ്റെ വീക്ക്നെസ് ഏരിയ എന്താണ്, എൻ്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ മുമ്പിലുള്ള ത്രെട്ടുകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നതാണ് SWOT അനാലിസിസ് എന്നും കൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തത് മൈൻഡ് മാപ്പിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു. മൈൻഡ് മാപ്പിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു. ഇൻക്യുബേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ബോഡിക്കും കോൺഷ്യസ് മൈൻഡിനും റെസ്റ്റ് കൊടുത്തിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ചിന്തിക്കാൻ വിടുന്ന പരിപാടിയാണ് ഇൻക്യുബേഷൻ. അതിൻ്റെ ടൈപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് സ്കാംബർ എന്നാണ്. സ്കാംബർ ഒരു ഷോർട്ട് ഫോമാണ്. എന്താ നമുക്ക് നോക്കാം. സ്കാംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചേർഡ് മെത്തേഡ് that asks questions like substitute, combine. A structured method of asking questions. എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്? S for substitute, C for combine, A for adapt, M for modify, P for put to another use, E for eliminate, R for reverse.
ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നു, കമ്പൈനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നു, അഡാപ്റ്റിനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നു, മോഡിഫൈനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നു, പുട്ട് ടു അനദർ യൂസിനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നു, എലിമിനേറ്റിനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നു, റിവേഴ്സിനെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നു. ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താ സ്കാമ്പർ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സ്കാമ്പർ, നമ്മളൊരു പുതിയ വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കുകയാണെന്ന് കരുതിക്കോളൂ, ഒരു പുതിയ ഇന്നോവേറ്റീവ് ഐഡിയ. അപ്പം എസ് ഫോർ സ്കാമ്പർ, സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിനെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പം നമുക്ക് പ്ലാസ്റ്റിക്കിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അപ്പോൾ നമ്മളൊരാശയം വരുന്നു, ബാംബു യൂസ് ചെയ്താലോ? അല്ലെങ്കിൽ നിങ്ങൾ ട്രോപ്പിക്കാന എന്ന് പറഞ്ഞ ഡ്രിങ്ക് കണ്ടിട്ടുണ്ടാവും, സോഫ്റ്റ് ഡ്രിങ്ക്. അത് പ്ലാസ്റ്റിക് ബോട്ടിലല്ല, അത് പേപ്പർ ബോട്ടിലാണ് വരുന്നത്. അപ്പം അതെങ്ങനെ ആ ചിന്തയിലേക്ക്, ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് വന്നു? സ്കാമ്പർ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എന്നൊരു ചിന്തയിൽ നിന്നാണ് ബാംബുവും അതേപോലെ ഈ പറയുന്ന പേപ്പറും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ എന്താണ്? സി, കമ്പൈൻ. ബോട്ടിൽ മാത്രം പോരാ, ബോട്ടിലിന് എന്തെങ്കിലും ഒരു സവിശേഷത കൊടുത്താലോ, കമ്പൈൻ ചെയ്യിപ്പിച്ചാലോ? അപ്പോൾ ബോട്ടിലിൻ്റെ ഒപ്പം ഒരു ഫിൽറ്ററും കൂടി കമ്പൈൻ ചെയ്യാം. ഫിൽട്ടർ ചെയ്ത് വെള്ളം വരട്ടെ, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് ഡ്രിങ്ക് വരട്ടെ എന്നുള്ളൊരാശയം. അടുത്തത് എ, അഡാപ്റ്റ് എന്നൊരു ചോദ്യം. എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെക്നോളജി യൂസ് ചെയ്യേണ്ടതുണ്ടോ? അപ്പോഴാണ് നമുക്കൊരു ആശയം. പല വാട്ടർ ബോട്ടിലുകളിലും ഇന്ന് എന്താണ്, ഒരു തെർമോ ഫ്ലാസ്ക് പോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തെർമോസ് ടെക്നോളജിയും കൂടി നമ്മൾ വേറെ എവിടെന്നെങ്കിലും അഡാപ്റ്റ് ചെയ്താലോ നമ്മുടെ വാട്ടർ ബോട്ടിലിൽ എന്നൊരാശയം വന്നു. അപ്പോൾ അഡാപ്റ്റ് എന്നുള്ള ചോദ്യത്തിൽ നിന്നുമാണ് തെർമോസ് ടെക്നോളജി എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ പോകുന്നു. ഇനി എം, മോഡിഫൈ. എങ്ങനെ മോഡിഫൈ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് നല്ലൊരു ഷേപ്പ് കൊടുക്കണം. നല്ല ഈസി ഗ്രിപ്പ്, വാട്ടർ ബോട്ടിൽ കയ്യിൽ നിന്ന് തെന്നിപ്പോവാൻ നല്ല ഈസി ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു മോഡിഫൈ ചെയ്തൊരു ഷേപ്പ് കൊടുക്കണം എന്നൊരാശയത്തിലേക്ക് വരുന്നു. ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്. പിന്നെ പി, പുട്ട് ടു അനദർ യൂസ്. സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ ഫിൽട്ടർ ചെയ്ത് വരുന്നതല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗം കൊണ്ടുണ്ടോ, ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ ഒരു ഷെയ്ക്കറായിട്ടും യൂസ് ചെയ്യാം എന്നൊരു പുട്ട് ടു അനദർ യൂസ്, വാട്ടർ ബോട്ടിലല്ലാതെ ഷെയ്ക്കറായിട്ട് യൂസ് ചെയ്യാം എന്നൊരു ചിന്തയിലേക്ക് വരുന്നു. പിന്നെ ഇ ഫോർ എലിമിനേറ്റ്. എലിമിനേറ്റ് ബൾക്കി പാർട്സ്. എലിമിനേറ്റ് ബൾക്കി പാർട്സ്. അപ്പോൾ എലിമിനേറ്റ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പം എലിമിനേറ്റ് ചെയ്യാനുണ്ടോ, ഒഴിവാക്കാനുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വാട്ടർ ബോട്ടിലാകുമ്പോൾ ഓവർ ബൾക്കി ആയിട്ടുള്ള പാർട്സ് ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ എലിമിനേറ്റ്, സ്കാമ്പറിൽ ഈ വരെയുള്ളതായി. അടുത്തത് ആർ, റിവേഴ്സ്. റിവേഴ്സ് ബൈ മേക്കിംഗ് ഇറ്റ് കൊളാപ്സിബിൾ. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് റിവേഴ്സ് മെക്കാനിസം ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ആർ എന്നുള്ള റിവേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു ടെക്നിക്കാണ് റിവേഴ്സ് തിങ്കിങ്ങും പ്രൊവോക്കേഷനും. അപ്പോൾ റിവേഴ്സ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചിന്തിക്കുന്നതിന് പകരം പുറകിൽ നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഹൗ ക്യാൻ വി അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്, കൂടുതൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ കിട്ടാം എന്ന് ചിന്തിക്കുന്നതിന് പകരം വാട്ട് വുഡ് ഡ്രൈവ് കസ്റ്റമേഴ്സ് എവേ, കസ്റ്റമേഴ്സ് എങ്ങനെ ഒഴിവായി പോകുന്നു എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കാരണങ്ങൾ കിട്ടുമല്ലോ. ആ കാരണങ്ങൾ ഒഴിവാക്കിയാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം തന്നെ റിവേഴ്സായിട്ട് ചിന്തിക്കുക, നമുക്ക് ആവശ്യമുള്ളതിൻ്റെ റിവേഴ്സ് ചിന്തിക്കുന്നതിനെയാണ്, ആ രീതിയിൽ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ റിവേഴ്സ് തിങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതാണ് നോർമൽ രീതിയിൽ ചിന്തിക്കേണ്ടത്. പക്ഷേ നമ്മൾ റിവേഴ്സ് ചിന്തിക്കുന്നു, കൂടുതൽ കസ്റ്റമേഴ്സ് എങ്ങനെയൊക്കെ ഒഴിവാക്കാം. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കിതിനുള്ള ഉത്തരം കിട്ടുന്നു. ഇതാണ് റിവേഴ്സ് തിങ്കിങ്. പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എ ടീച്ചർ സേസ്, ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഇമാജിൻ ഇഫ് എക്സാംസ് ഹാഡ് നോ ക്വസ്റ്റ്യൻസ്, ഓൺലി ആൻസേഴ്സ് ഗിവൺ ടു സ്റ്റുഡൻസ്. അപ്പോൾ ഓൾറെഡി ഇല്ലാത്തൊരു സംഗതി, നമ്മൾ ഒരിക്കലും സാധ്യമല്ലാത്തൊരു സംഗതിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതുവഴിയായി നമ്മൾ എന്തിലേക്ക് പോകുന്നു, ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു. ഇതാണ് പ്രൊവോക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ചലഞ്ചിങ് എ നോർമൽ അസംഷൻ ബൈ പ്രപ്പോസിങ് അൺയൂഷ്വൽ ഓർ എക്സ്ട്രീം ഐഡിയാസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചലഞ്ചിങ് എ നോർമൽ സിറ്റുവേഷൻ. നോർമൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ്? എക്സാം ഹാഡ് നോ ക്വസ്റ്റ്യൻസ്, ഓൺലി ആൻസേഴ്സ് ഗിവൻ. അത് നോർമൽ സിറ്റുവേഷൻ ആണോ? അല്ല. നോർമൽ സിറ്റുവേഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഉത്തരങ്ങളും ഉണ്ടാകും. ആ നോർമൽ സിറ്റുവേഷനെ നമ്മൾ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ.
സോ നോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സാംസിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും, ആൻസേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ആ നോർമൽ സിറ്റുവേഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ഒരു ക്വസ്റ്റ്യൻസും ഇല്ല, ഉത്തരം കൊടുക്കുന്നു. ഈ രീതിയിൽ നമ്മളൊരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, ഒരു ക്രിയേറ്റിവിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പരിപാടിയാണ് പ്രൊവോക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള ഒരു സംഗതിന് എതിരായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് വേറൊരു സംഗതി പറയുന്നു, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ക്രിയേറ്റീവ് ഐഡിയയിലേക്ക് പോകുന്നു. ഇതാണ് പ്രൊവോക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവസാനം പറഞ്ഞത് റിവേഴ്സ് തിങ്കിങ്ങും പ്രൊവോക്കേഷനും ഒന്ന് ശ്രദ്ധിക്കുക. റിവേഴ്സ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് അറ്റ് പ്രോബ്ലംസ് ഫ്രം ഓപ്പോസിറ്റ് പെർസ്പെക്റ്റീവ്. നമ്മൾ നേരെ ചിന്തിക്കാതെ നേരെ തലതിരിഞ്ഞ് ചിന്തിക്കുന്ന പരിപാടിയാണ് റിവേഴ്സ് തിങ്കിങ്. പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് നോർമൽ അസംഷൻസ് ബൈ പ്രപ്പോസിങ് അൺയൂഷ്വൽ ഓർ എക്സ്ട്രീം ഐഡിയാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ടെക്നിക്സ് ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റിയാണ് പറഞ്ഞത്. ബ്രെയിൻ സ്റ്റോമിംഗ്, മൈൻഡ് മാപ്പിംഗ്, ഇൻക്യുബേഷൻ, സ്കാമ്പർ, റിവേഴ്സ് തിങ്കിങ് ആൻഡ് പ്രൊവോക്കേഷൻ. ഓക്കെ, താങ്ക് യു.